السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولجميع المؤمنين والمؤمنات. ഒരാളൊരു സദസ്സിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അവർ ഇയാളപ്പം വിളിക്കാഞ്ഞാൽ മോശമല്ലേ എന്ന് എഴുതിയിട്ടായിരിക്കും ചിലപ്പം വിളിക്കുന്നത്. ഇതൊരു ചോദ്യമാണ്. നമ്മളൊരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ പൂച്ചക്കും അല്ലെങ്കിൽ ഏതെങ്കിലും യാചകന്മാർ വന്നാൽ അവർക്കും കൊടുക്കാൻ പറ്റുമോ? രണ്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. വലൗ ദഖല അല ആക്കിലീൻ, ഭക്ഷണം കഴിക്കുന്ന കുറച്ച് ആളുകളുടെ അടുത്തേക്ക് ഒരാൾ കയറി ചെന്നു. ഫഅദീനു ലഹു, അങ്ങനെ അവർ സമ്മതം നൽകി. എന്നാൽ പോലും യജൂസു ലഹുൽ അക്ലു മാഹും, അവരോട് കൂടെ ഭക്ഷിക്കൽ അനുവദനീയം അല്ല. ഇല്ലാ ഇൻ ലന്ന അന്നഹു അൻ തീബി നഫ്സിൻ, തൃപ്തിയോടുകൂടെയാണ് എന്ന് അവന് ശക്തമായ ധാരണയുണ്ടെങ്കിൽ ഒഴികെ അപ്പോൾ പറ്റും. മനസ്സറിഞ്ഞിട്ട് തന്നെയാണ്, മനസ്സറിയാമെന്നാണ് തീബ് നഫ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സറിഞ്ഞുകൊണ്ട് തൃപ്തിപൂർവമാണ് അതുണ്ടായത് എന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒഴികെ. അല്ലാതെ ലാലി നാവി ഹയായിൻ, ഒരു മോശം പോലത്തിന് വേണ്ടിയല്ല, മോശമല്ലേ എന്ന് കരുതിയിട്ടല്ല, മറിച്ച് തൃപ്തിയോടുകൂടെയാണ് എന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒഴികെ അപ്പോൾ പറ്റും. വലാജൂസുൽ ലൈഫ യുതഇമ സായിലൻ ഔ ഹിറത്തൻ, ഒരു വിരുന്നുകാരന് യാചകനോ പൂച്ചക്കോ ഭക്ഷിപ്പിക്കൽ അനുവദനീയമല്ല. ഇല്ലായി നാരിമ റിളദ്ദായി, ക്ഷണിച്ചവൻ്റെ തൃപ്തിയുണ്ട് എന്ന് അവന് ഉറപ്പുണ്ടെങ്കിൽ ഒഴികെ. ഉറപ്പ് എന്നൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ലന്ന എന്ന് പറഞ്ഞാൽ വിചാരിക്കുക എന്നാണ്, അലിമ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്ന്. ചില വീട്ടിൽ പോയാൽ സ്പെഷ്യലായിട്ട് ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ചില വിരുന്നുകാർക്ക് സ്പെഷ്യൽ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? അങ്ങനെ ഉണ്ടാക്കിയാൽ ആ സ്പെഷ്യലിസ്റ്റുകൾക്ക് അല്ലേ അത് കഴിക്കാൻ പറ്റൂ. ആ കൂട്ടത്തിൽ ഈ താന്ന ആൾക്കാർ പോയി കഴിക്കുന്നത് രസമുണ്ടോ? മോശമല്ലേ? വൈക്രഹുലി ദായി, ഒരു ക്ഷണിതാവിന് കറാഹത്താണ് തഖ്സീസു ബാദിൽ ലീഫാനി, ലൈഫിൻ്റെ മാണ് ലീഫാൻ, അതിഥികളിൽ ചിലർക്ക് പ്രത്യേകമായി നൽകൽ. ബി താമി നഫീസിൻ, മുന്തിയ ഭക്ഷണം പ്രത്യേകമായി നൽകൽ കറാഹത്താണ്. കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും കൊടുക്കണം. ഒരു എന്തെങ്കിലും പ്രത്യേകത ഇല്ലെങ്കിൽ കേട്ടോ. പുതിയാപ്പിളക്കൊക്കെ ഇപ്പോൾ സ്പെഷ്യൽ കൊടുക്കേണ്ടി വരില്ലേ? പുതിയാപ്പിള എന്ന രീതിയിലാണ്. വിരുന്നുകാരിൽ ചിലരെ മുന്തിയ ഭക്ഷണം നൽകി സവിശേഷപ്പെടുത്തൽ കറാഹത്താണ്. യഹറുമുൽ അദാദിലി, എന്നാൽ ശ്രേഷ്ഠരല്ലാത്ത ആളുകൾക്ക് ഹറാമാണ്. അക്കുലുമ കുദ്ദിമലിൽ അബാസിലി, ശ്രേഷ്ഠരായ ആളുകൾക്ക് നൽകപ്പെട്ട ഭക്ഷണം കഴിക്കൽ ഹറാമാണ്. വലിയ ഉസ്താദുമാരോ തങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടാവും, അവർക്കും വേണ്ടി പ്രത്യേകം ഉണ്ടായൊരു ഭക്ഷണം ഉണ്ടാവും. അതിൽ കയറിയിട്ട് ഇരിക്കുക, അതിൽ മോശമല്ലേ? ഹറാമാണ്. അതിൽ മോശമാണ്, ഹറാമാണ്. കാരണം അതിന് അവന് സമ്മതം കൊടുത്തിട്ടില്ലല്ലോ, അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ലേ. അതിലെങ്ങനെ ഇവൻ പോയിട്ടിരിക്കുക? അമാസിൽ എന്ന് പറഞ്ഞാൽ അംസലിൻ്റെ ജമ്മാണ്, അഫ്ളൽ എന്നർത്ഥം. വിശിഷ്ടരായ ആളുകൾക്ക് ഉണ്ടാക്കപ്പെട്ട കുദ്ദിമ നൽകപ്പെട്ട ഭക്ഷണത്തിൽ കഴിക്കൽ ഹറാമാണ്. അവിടെ ഓരോരുത്തരെയും സ്റ്റാൻഡ് എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളുടെ അടുത്തുനിന്ന് ഒരു അതിഥിയായിട്ട് ചെന്ന് അവിടുത്തെ ഒരു ഗ്ലാസ് പൊട്ടിച്ചാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണോ? വലൗ തനാവല ലൈഫുൻ, ഒരു വിരുന്നുകാരൻ ഉപയോഗിച്ചു ഇനാ ത്വാമിൻ, ഭക്ഷണത്തിൻ്റെ ഒരു പാത്രം. ഫങ്കസറ മിൻഹു, അങ്ങനെ അത് അയാൾ ഇന്നലെ പൊട്ടിയാൽ ലമീനഹു, ഉത്തരവാദിയാകും. അങ്ങനെ ആയിട്ട് മിണ്ടാതെ പോകാനൊന്നും പറ്റില്ല. കമാ ബഹസു സർക്കഷിയു ലിയന്നഹു ഫിയദിഹി, കാരണം അത് ആ പാത്രം അവൻ്റെ കയ്യിൽ ഫി ഹുക്കുമിൽ ആരിയത്തി, ഒരു വായ്പ വസ്തുവിൻ്റെ ഹുക്കുമിലാണ്. സമ്മതം ഉണ്ടെങ്കിലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും
നമ്മുടെ സുഹൃത്തുക്കളായ ആളുകളെ ഭക്ഷണം നമുക്ക് ചോദിക്കാതെ തന്നെ കഴിക്കാൻ പറ്റുമല്ലോ അല്ലേ, അവർ തൃപ്തി ഉണ്ട് എന്ന് വിചാരിച്ചാൽ. അതെ, വേജൂസുൽ ഇൻസാനി ഒരാൾക്ക് അനുവദനീയമാണ് അഹ്ദുമിൻ നഹവി ത്വാമിൻ ഭക്ഷണം പോലത്തത് എടുക്കൽ, ഭക്ഷണമോ വെള്ളമോ പേനയോ എന്തോ, താമി സ്വദീഖിഹി തൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഭക്ഷണം പോലത്തത് എടുക്കാം. മാ ലന്നി റിളാ മാലിക്കിഹി ഉടമസ്ഥൻ്റെ തൃപ്തി ഉണ്ടെന്ന് വിചാരിക്കുന്നതോടൊപ്പം. ഉടമസ്ഥനാരാ? സുഹൃത്തന്നെ. ബിദാലിക്ക് അങ്ങനെ എടുക്കുന്നത്. പക്ഷേ യഖ്തലിഫു ആ തൃപ്തിയൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. ബി ഖദ്രിൽ മൗഖുദി എടുക്കുന്നതിൻ്റെ അളവ് അനുസരിച്ചും വൻസിഹി അതിൻ്റെ ഇനം അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ ഹാലിൽ മുളീഫി വിരുന്ന് സൽക്കരിക്കുന്നവൻ്റെ അവസ്ഥക്കനുസരിച്ചും സാമ്പത്തികമായിട്ടുള്ളവണോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് വ്യത്യാസപ്പെടുക. എന്നാൽ പോലും ഒമാദാലിക്ക അതോടൊപ്പം തന്നെ എംബഗീലഹു അവന് നിർബന്ധമാണ് മുറാഅത്തു നസഫത്തി അസ്ഹാബി അവൻ്റെ സുഹൃത്തുക്കളുടെ വിഹിതത്തെ പരിഗണിക്കണം. ഇവനൊന്നിച്ച് തൃപ്തി ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് ഒന്നിച്ചങ്ങ് എടുക്കരുതല്ലോ, എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണമല്ലേ. അപ്പോൾ കൂട്ടുകാരുടെ ആ വിഹിതം പരിഗണിക്കൽ നിർബന്ധമാണ്. എന്താ പറയുക, അള്ളാഹിൻ്റെ ശരീഅത്ത് എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒമാദാലിക്ക് അതോടൊപ്പം എംബഗീലു അവൻ അത്യാവശ്യമാണ് മുറാഅത്തു നസഫത്ത് പറഞ്ഞാൽ വിഹിതം, അസ്ഹാബി എൻ്റെ കൂട്ടുകാരൻ്റെ വിഹിതം കൂടെ പരിഗണിക്കണം. കൂട്ടുകാരെത്താൻ വൈകിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരിക. അവിടെ കുറച്ച് ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും പഴങ്ങളോ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊന്നിച്ചേട്ടാ അടന്തരുത്, ഇനി ആരൊക്കെ വരാനുണ്ട് എന്നൊക്കെ നല്ലോണം ചിന്തിച്ചിട്ട് അവൻ്റെ വിഹിതം എടുക്കാവോ, അതാ പറയുന്നത്. അപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് അർത്ഥം വെക്കാം. തിന്നൽ മാത്രമല്ല, തിന്നാൻ വേണ്ടി എടുക്കലല്ല. എല്ലാവർക്കും പാടെ ഉണ്ടാക്കി വെച്ച സാധനമാണെങ്കിൽ ഓന് വേണമെങ്കിൽ എടുത്ത് പോരാവുന്നതാണ് എന്നാണ് ഭക്ഷണം പോലത്തെ എടുക്കുക എന്ന് പറഞ്ഞാൽ അനുവദനീയാണെന്ന് പറഞ്ഞാൽ. കഴിക്കലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് കൂടുതൽ ആളുകൾക്കുള്ളതാണെങ്കിൽ അവരെ വിഹിതം കൂടെ പരിഗണിക്കണം. അതായത് ഫലായുഹുദൻ എടുക്കരുത് ഇല്ലാമാ യഹുസുഹു അവന് മാത്രമായിട്ട് എത്ര ഉണ്ടാകുമോ അതല്ലാതെ എടുക്കരുത്. അവന് പ്രത്യേകമാകുന്നതല്ലാതെ എടുക്കരുത്. ഔ യർളൗന ബിഹി അല്ലെങ്കിൽ അവർ തൃപ്തിപ്പെടുന്നത് ബിഹി അൻ ത്വീബി നഫ്സിൻ മനസ്സിൻ്റെ പൊരുത്തത്തോടുകൂടെ ഇഷ്ടത്തോടുകൂടി അവർ തൃപ്തിപ്പെടുന്നതല്ലാതെ എടുക്കാൻ പാടില്ല. തൃപ്തി പല നിൽക്കുന്നുണ്ട്. ലാ ഹയായി ലജ്ജോണ്ട് ചിലപ്പം തൃപ്തിപ്പെടും, അത് പറ്റൂല. അൻ ത്വീബി നഫ്സിൻ മനസംതൃപ്തിയോടുകൂടെ അവർ തൃപ്തിപ്പെടണം. അല്ലാതെ ലാ ഹയായി എങ്ങനെ ഇപ്പോൾ എടുക്കേണ്ടെന്ന് പറയാം എന്ന ഒരു ലജ്ജയുടെ പേരിലല്ല കേട്ടോ. അതുപോലെ ഒന്നിച്ചിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ ഈത്തപ്പഴമോ കുറേ നട്സുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ കൂട്ടി വാരി എടുക്കരുത്, അതൊക്കെ മോശമല്ലേ. എല്ലാവർക്കും കിട്ടണ്ടേ. നിക്കാഹിൻ്റെ വേദികളിൽ മറ്റുമൊക്കെ ഇപ്പം ഉണ്ടല്ലോ. ഒക്കതായിക്കാലും അതുപോലെ തന്നെ പറയപ്പെടും ഫി ഖിറാനി നഹ്വി തംറീനി 2 ഈത്തപ്പഴം പോലത്ത് ഒന്നിച്ചെടുക്കുക. അതാ ഖിറാന്, അന്വയിപ്പിക്കുക. ഒറ്റെടുത്ത് അത് ഓരോന്നോരോന്ന് എടുത്ത് കഴിച്ചാൽ പോരെ. മുന്തിരിയോ അല്ലെങ്കിൽ നല്ല നല്ല ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് അലച്ചേണം അതൊക്കെ. അപ്പോൾ തൃപ്തി ഉണ്ട് എന്ന് വിചാരിക്കണം. ലന്ന് അമ്മ ഇന്ത ഷെക്കി ഫിറ്റിലായി തൃപ്തി ഉണ്ടാവുമോ എന്ന് സംശയിക്കുമ്പോൾ അപ്പോൾ യാറുമുല്ലാഹുദോ എന്ന് എടുക്കലൊക്കെ ഹറാമാണ്. ഏതുപോലെ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോലെ ഹറാമല്ലേ. തത്തഫൂല് എന്നതിന് പറയാം. തത്തഫൂല് ക്ഷണിക്കാതെ എന്ത് ചെയ്യുക, കല്യാണത്തിന് പോണ ആളെ പേരാണ് തത്തഫൂല്. ഇപ്പോൾ വളരെ വ്യാപകമായിട്ടുണ്ട്. ഈ ഹാളുകളിലൊക്കെ കല്യാണം വെച്ചപ്പോഴേ ടൗണുകളിലൊക്കെ ചെക്കന്മാർ യുവാക്കളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കഴിച്ചിട്ട് ഭക്ഷണം തികയാത്തൊരു സാഹചര്യം ഉണ്ട്. അതിന് തത്തഫുല് എന്ന് പറയാം. തിഫിലാണ് കുട്ടി എന്നാണ്. അത് ഹറാമാണ്. തത്തഫുല് ഹറാമാണ്. മാലം അമ്മ വ്യാപകമായി വിളിക്കപ്പെടാത്തപ്പോൾ. വ്യാപകമായിട്ട് വിളിച്ചൊക്കെയാണെങ്കിൽ ഓക്കെ. ഉദാഹരണം ഖാൻ ഫുത്തിഹൽ ബാബു യദുഹുല മൻഷാഗ് വേണ്ടവർ കടന്നോട്ടെ നേരത്തിൽ വാതിലങ്ങ് തുറന്നിട്ടു ആർക്കും ഒന്ന് കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ പൊതുവായിട്ട് വിളിക്കപ്പെട്ടാലിരിക്കാം മാലം അമ്മ. അപ്പോൾ തത്തഫൂലിന് കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവർക്കും വേണ്ടവരൊക്കെ ഒന്ന് കഴിച്ചോട്ടെ, നേർച്ചച്ചോറ് മാതിരി. ഇനി ഭക്ഷണത്തിന് കുടുങ്ങിയ ആൾക്കാരെ പരിഗണിക്കുക എന്നുള്ളത് ഭക്ഷണം കയ്യിലുള്ളവൻ്റെ കടമയാണ്. അങ്ങനെ കുടുങ്ങിയ ആൾക്ക് മുത്തർ എന്നാ പറയാം. അങ്ങനെ ഒരാൾ നമ്മളോട് ഭക്ഷണം ചോദിച്ചാൽ നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പോലും കൊടുക്കൽ നിർബന്ധമാണ്. ലസിമ മാലിക ത്വാമിൻ ഒരു ഭക്ഷണത്തിൻ്റെ ഉടമസ്ഥന് നിർബന്ധമാകുന്നു ഇത്ആമ മുഖ്തറിൻ ഭക്ഷണത്തിന് കുടുങ്ങിയവന് ഭക്ഷിപ്പിക്കൽ. എത്രയാണ്? 2 കിലോന് 3 കിലോ ഒന്നും കൊടുക്കണ്ട. ഖദറ സദ്ദി റമഖിഹി
അവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ അളവ്. റമക്ക് എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം, റൂഹ് എന്നാണ്, സദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, ഖദർ അളവിൽ. എല്ലാവർക്കും ഒന്നും കൊടുക്കണ്ട കേട്ടോ. ആർക്കാണ് ഈ കൊടുക്കേണ്ടത്? ഇൻകാന മഅസൂമൻ, അവന് ആദരിക്കപ്പെടുന്നവനാണെങ്കിൽ, മുസ്ലിമായിട്ട് രക്തം സംരക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, മുസ്ലിമാണോ, അല്ലെങ്കിൽ ദിമ്മി, കാഫറാണ് പക്ഷേ ദിമ്മിയാണ്, മുസ്ലിങ്ങളുമായിട്ട് ഐക്യത്തിൽ കഴിയുന്ന ജൂതനോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ. വൈനഹ്താജഹു മാലിക്കുഹു മആലൻ, പിന്നീട് ഉടമസ്ഥന് ആവശ്യമുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ആവശ്യത്തിന് കൊടുക്കൽ നിർബന്ധമാണ്. വൈനഹ്താജഹു, ആ ഭക്ഷണത്തിന് ആവശ്യമുണ്ടെങ്കിലും, മാലിക്കുഹു, അതിന് ഉടമസ്ഥന്, മആലൻ പിന്നീട്. ഹാലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ, മആലെന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ്. ഇത് മനുഷ്യന്മാർക്ക് മാത്രമല്ല കൊടുക്കൽ, ഒക്കതാ ബഹീമത്തുൽ ഗൈരി, മറ്റൊരാൾ മൃഗത്തിനും കൊടുക്കണം. അൽ ഗൈറുൽ അൽ മുഹ്തറമത്തു, ആദരിക്കപ്പെടേണ്ട, വന്ദിക്കപ്പെടേണ്ട മറ്റൊരാൾ മൃഗം, സ്വന്തം മൃഗത്തിന് ഏതായാലും കൊടുക്കണം. അതേസമയത്ത് ബിഖിലാഫി ഹർബിയും മുർത്തദ്ദിൻ മസാനിൻ മുഹ്സനിൻ താരിഖ് സലാത്തിൻ ഖൽബിൻ നഖൂർ, ഇപ്പോൾ പറഞ്ഞതിന് ഇതുവരെ പറഞ്ഞതിന് ഈ വിഭാഗത്തിനൊന്നും കൊടുക്കണ്ടെന്ന് മനസ്സിലായി. അവർക്ക് ഹർബിയായ കാഫർ, മുസ്ലിമീങ്ങളോട് ശത്രുതയിലും അവരെ കൊല്ലാനും നടക്കുന്ന സന്ധിയിലില്ലാത്ത കാഫറിന് കൊടുക്കണ്ട. മുർത്തദ്ദിൻ, ഇസ്ലാം എന്ന് തെറിച്ചു പോയ ആൾക്ക് കൊടുക്കരുത്. സാനി, വ്യഭിചാരം, മുസ്ലിം തന്നെയാണ്, മുഹ്സനാണ്, വിവാഹം ജിതനായതിനു ശേഷം വ്യഭിചരിച്ച ആൾക്ക് കൊടുക്കരുത്, അവനെ എറിഞ്ഞു കൊല്ലാനുള്ളതാണ്. ഇത് മതത്തിൻ്റെ വിഷയമല്ല, തെറ്റിൻ്റെ വിഷയമാണ്. അപ്പോൾ താരിഖ് സലാത്ത്, നിസ്കാരം ഉപേക്ഷിച്ചൊന്നും കൊടുക്കരുത്, ആൾ മുസ്ലിം തന്നെയാണ്. അപ്പോൾ കൽബിനെ കൊനി കടിക്കുന്ന നായ്ക്കൊക്കെ കൊടുക്കരുത്. അല്ലാതെ ദിമ്മിയോ മുസ്ലിമോ ആയ മഅസൂമായ മുസ്ലിമിന്, മഅസൂമായ ദിമ്മിയിന്, അതുപോലെ തന്നെ വന്ദിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, പരിഗണിക്കപ്പെടേണ്ട മൃഗത്തിന്. അപ്പോൾ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലോ? ഫൈൻ മന, അപ്പോൾ അവൻ തടഞ്ഞാൽ, ഉടമസ്ഥൻ തടഞ്ഞാൽ, ഫലഹു അഖ്ദുഹു ഖഹ്റൻ, ബലമായിട്ട് അത് പിടിച്ചെടുക്കാൻ അവനക്ക് അനുവദനീയമാണ്. ഖഹ്റൻ, ബലമായിട്ട്. അപ്പോൾ പൈസ വേണ്ടേ? പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നീട് കൊടുക്കണം. ബിഇവദിൻ ഇൻ ഹദറ, ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പണം കൊടുക്കണം, അത് പിന്നേക്ക് വെക്കാൻ പറ്റില്ല. ബിഇവദിൻ, പ്രതിഫലം നൽകി അത് പിടിച്ചെടുക്കാം. ഇൻ ഹദറ, പ്രതിഫലം ഇപ്പോൾ ഹാജറുണ്ടെങ്കിൽ. ഇല്ല, അവൻ്റെ സ്വത്ത് ഇവിടെ ഇല്ലെങ്കിൽ നസിയത്തൻ, കടമായിട്ട്, നസിയത്തൻ മുഅജ്ജലായിട്ട് പിടിച്ചെടുക്കാം. ഇനി പ്രതിഫലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എടുത്തു തന്നു, പ്രതിഫലത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലോ? അത് പറയണം. പറയാഞ്ഞാൽ പിന്നെ അത് സംഭാവനല്ലേ. വലം അത്താമഹു, ഇനി ഒരാൾ മറ്റൊരാൾക്ക് ഭക്ഷിപ്പിച്ചു, വലം എദ്കുർ ഐവദൻ, പ്രതിഫലം ഒന്നും പറഞ്ഞില്ലെങ്കിൽ, ഫല ഐവദലഹു, പിന്നെ പ്രതിഫലം കിട്ടില്ല. ഈ തഖ്സീരിഹി, അവൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കാരണം, ഇത് വീഴ്ചയാണല്ലോ, പൈസ കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുത്തെന്ന് പറയണം. തഖ്സീർ എന്നാണ് വീഴ്ച. ഇനി പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എത്രയാൻ തർക്കമായാലോ, വല വ്യക്തരഭാവി ദിക്കിനില്ല, പ്രതിഫലം പറഞ്ഞതിൽ തർക്കിച്ചാൽ, സുദ്ദിഖൽ മാലിക് ബിയമീൻ, ഉടമസ്ഥൻ്റെ വാദമാണ് അംഗീകരിക്കപ്പെടുക, അവൻ സത്യം ചെയ്യണം. ഈ കല്യാണത്തിനൊക്കെ ഉള്ളതാണ് ഈ മിഠായി വിതരണം, പൈസ ഏറിയ ഈ തമ്പുരൊക്കെ നമ്മളെ കേരളത്തിന് മുമ്പുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ വെറ്റിലൊക്കെ, അതൊക്കെ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല, അത്ര കർശനാക്കേണ്ട. വേജൂസ് നസ്രു നാവി സുക്കരിൻ, മിഠായി പോലത്തത് വിതറൽ അനുവദനീയമാണ്. തമ്പുലിൻ, വെറ്റിലൊക്കെ ശവത്തർക്കു അവരെ ഒഴിവാക്കാനാണ് നല്ലത്. അപ്പം അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൈസ, മറ്റേ പൈസ ഒക്കെ വിതറി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നോട്ടുകളൊക്കെ അറിയാമെന്നറിയില്ലേ, അനുവദനീയമാണ്, അത് ഒഴിവാക്കലാണ് നല്ലത്. അങ്ങനെ എറിയുമ്പോൾ എടുക്കാൻ പറ്റുമോ? വേഹിൻ്റെ ഇൽത്തിഖാത്തു, എടുക്കൽ അനുവദനീയമാണ്. ലില്ലിമി ബിരിള മാലിക്, അതിൻ്റെ ഉടമസ്ഥൻ്റെ തൃപ്തിയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ, അറിഞ്ഞതിൻ്റെ പേരിൽ അത് എടുക്കൽ അനുവദനീയമാണ്. ഇൽത്തിഖാത്തിനെ പെറുക്കിയെടുക്കുക എന്നാണ് ഇൽത്തഖത്ത. പക്ഷേ അത് എടുക്കാൻ പോലെ കറാഹത്താണ്, അതൊക്കെ മാന്യന്മാർക്ക് പറ്റൂലല്ലോ. ഇക്റാഹ് എടുക്കൽ കറാഹത്താണ്. ലിഅന്നഹു ധനാഅത്ത്, താഴ്ന്ന പരിപാടിയല്ല, താഴ്ന്ന പരിപാടിക്കാണ് ധനാഅത്ത് എന്ന് പറയുന്നത്. ഒരു ചീപ്പ് പരിപാടിയാണ് ധനാഅത്ത്. നമ്മൾ ചീപ്പായ ആൾക്കാരെ പൊറുക്കാൻ പോകും, അത് നമ്മൾ ആ മാന്യന്മാരായിട്ട് അവിടെ ഇങ്ങനെ കസേരമേൽ ഇങ്ങനെ ഇരിക്കുക വേണ്ടത്. ഈ ഹലാലായ ഭക്ഷണം, ഹറാമായ ഭക്ഷണം പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു മസ്തന അനുബന്ധമായി പറയുകയാണ്. വേഹറു മഹുദ് ഫർഹി ത്വൈരിൻ അഷബി മിൽക്കിൽ വൈരി, മറ്റൊരാളുടെ മിൽക്കിൽ, ഭൂമിയിൽ ഉടമസ്ഥതയിൽ മുട്ടയിട്ട പക്ഷിയുടെ, കൂടുകൂട്ടിയ പക്ഷിയുടെ കുഞ്ഞുങ്ങളെടുക്കൽ ഹറാമാണ്. പക്ഷിയല്ലേ അത്, അതിൻ്റെ കുഞ്ഞുങ്ങളല്ലേ അത്, അവൻ്റെ മറ്റൊരാളെ പറമ്പത്തെ കുട്ടികളെ പോയി എടുക്കാൻ പാടില്ല, അത് അവൻ്റെതാണ്. വേഹറും ഹറാമാണ്. അഹുദ് ഫർഹ് എന്ന് പറഞ്ഞാൽ, ഫറഹ് എന്ന സന്തോഷം, ഫർഹ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ, കുഞ്ഞോ എന്തോ ആട്ടെ, ഫർഹിൻ ത്വൈരിൻ പക്ഷിയുടെ, അഷഷാദ് കൂടുകൂട്ടി ഇപ്പം മിൽക്കിൽ വൈരി, മറ്റൊരാളുടെ മിൽക്കിൽ.
സംകിൻ ദഹലമായാൽ മായി ഹൗലുഹു, വെള്ളത്തിൻ്റെ കൂടെ മറ്റൊരാളുടെ വെള്ളസംഭരണിയിലേക്ക് പ്രവേശിച്ച മത്സ്യം പിടിക്കാനും പാടില്ല. വേറെ ആരുടെ കുളത്തിലെ മീൻ പിടിക്കാൻ പാടില്ല. വെള്ളം കയറുമ്പോൾ മത്സ്യവും കയറൂലേ, ആ മത്സ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വളർത്തുന്ന ഏതായാലും എടുക്കാൻ പറ്റില്ല. സമക്കിൻ മത്സ്യത്തെ എടുക്കൽ ഹറാമാണ്. ദഹല അത് പ്രവേശിച്ചു മാലുമായി വെള്ളത്തോടൊപ്പം ഹൗലഹു അവൻ്റെ ജലസംഭരണിയിൽ, ഹൗലിൽ പ്രവേശിച്ചു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അറാദിലും അമാസിലിൻ്റെയും കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ഒരു കല്യാണത്തിനും മറ്റൊക്കെ വിശിഷ്ടരായ ആൾക്കാരുണ്ടാവില്ല, വിശിഷ്ടരല്ലാത്ത ആൾക്കാർ അറുതൽ എന്ന് പറയാം അറാദിൽ. അപ്പോൾ അവരൊക്കെ നമ്മളൊരു സഹസ്രമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വലിയ തങ്ങളോ ഉസ്താദോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ കുറച്ച് ചപ്പാത്തിയൊക്കെ പറ്റി വെച്ചെടുത്തിട്ടുണ്ടാവും. അത് പോയി എടുക്കൽ ഹറാമാണെന്നാണ് പറയുന്നത്. കാരണം അത് അവർക്ക് വേണ്ടി വെച്ചു കൊടുത്തതല്ലേ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്ഷണിക്കാത്ത പരിപാടിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. മറ്റൊരാളുടെ സ്വത്ത് എടുക്കാൻ പറ്റുമോ, നമ്മളെ ഭക്ഷണം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് അയാൾ തൃപ്തി ഉണ്ട് എന്ന് നമുക്ക് വിചാരമുണ്ടെങ്കിൽ, ഉറപ്പൊന്നും വേണമെന്നില്ല, വിചാരമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ എനിക്ക് തൃപ്തി ഇല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ഭക്ഷണ മര്യാദകൾ ഒരുപാട് നമ്മുടെ കിതാബുകളിലൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സൂക്ഷിച്ചാൽ ഒരു ഭക്ഷണം കൊണ്ട് തന്നെ ഒരു 100 സുന്നത്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട ഫത്വൽ മീൻ്റെ ഹാഷിയാണല്ലോ തർഷീഹ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഗ്രന്ഥത്തിൽ സയ്യിദ് അലവി ഇബ്നു സയ്യിദ് അഹമ്മദ് സഖാഫ് റഹിമഹുല്ല തർഷീഹൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരുപാട് മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്, ഹിയാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവ ഞാൻ കുറച്ച് പറയാം സമയത്തിനനുസരിച്ചിട്ടാ ഇൻഷാ അല്ലാഹ്. അതിനായിട്ടൊക്കെ കിതാബുകളൊക്കെ പലരും രചിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മിയല്ല, സുന്നത്ത് കിഫായത്താണ്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ, ഒരാളാണെങ്കിൽ സുന്നത്ത് അയിനാണ്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾ ചൊല്ലിയാലും ആ സുന്നത്തിൻ്റെ കടമ വീടും. ഹൈദുകാരിക്ക് വരെ ബിസ്മി അല്ലൊരു സുന്നത്താണ്, ഉറക്കനെ ചെല്ലൊരു സുന്നത്താണ് ബിസ്മി. ബിസ്മില്ലാ എന്ന് പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. ഇതൊക്കെ സുന്നത്താണ്. തുടക്കത്തിൽ ചൊല്ലിയില്ലെങ്കിൽ ബിസ്മില്ലാഹി അബ്ബലഹു ആഖിറഹു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബ്ബലഹു ആഖിറഹു എന്ന് പറയൽ സുന്നത്താണ്. ബിസ്മി കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തന വഖീന അദാബന്നാർ എന്ന് പറയൽ സുന്നത്താണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നൽകിയതിന് ബർക്കത്ത് ചെയ്യണേ റബ്ബേ, നരകത്തിൻ്റെ അദാബിനെ തൊട്ട് കാക്കണേ എന്ന് പറയാം. ഭക്ഷണം കഴിക്കണതിന് മുമ്പ് കൈ കഴുകൽ സുന്നത്താണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും സുന്നത്താണ്. ഇങ്ങനൊരു സുന്നത്ത് പറയുന്നുണ്ട്. വീട്ടുകാരൻ ആദ്യം എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണതിന് മുമ്പ് കൈ കഴുകണം. പിന്നെ കൈ കഴുകുമ്പോൾ വീട്ടുകാരനാണ് ആദ്യം കൈ കഴുകേണ്ടത് തുടക്കത്തിൽ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്. പിന്നെ ഭക്ഷണത്തിനൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണ് ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത്, പിന്നെ യുവാക്കൾക്ക്, പിന്നെ വയസ്സന്മാർക്ക്. വിവിധവും ഫിത്തഖദ്ദുമി, കുട്ടികൾക്ക് ആദ്യം കൈ കഴിക്കാൻ അവസരം കൊടുക്കുക. ആദ്യം കുട്ടികൾ കൈ കഴിക്കട്ടെ, പിന്നെ യുവാക്കൾ, പിന്നെ വയസ്സന്മാർ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലോ പിന്നെ വയസ്സന്മാർ ആദ്യം കഴിക്കട്ടെ, പിന്നെ യുവാക്കൾ, പിന്നെ കുട്ടികൾ. അങ്ങനെയാണ്. കുട്ടികൾക്കൊന്നും വിഷയം ഉണ്ടാവില്ല, കഴിക്കുന്നിടത്തേ തിരക്കുണ്ടാവുള്ളൂ. ആദ്യം കൈ ആൾക്കാർ പിന്നെ ആദ്യം ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന ആൾ നിന്നാണ് എന്താക്കേണ്ടത്, ഖിദ്മത്ത് ചെയ്യേണ്ടത്. അതേമാതിരി കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കലൊക്കെ നല്ല കാര്യമാണ്. ഒക്കെ ഓരോ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. പിന്നെ തളിക വെച്ചിട്ട് കൈ കഴുകുന്ന രീതിയുണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. ഇരിക്കുന്നിടത്തേക്ക് തളിക കൊണ്ടുവന്നിട്ട് ആ തളികയിലേക്ക് കൈ കഴുകുന്ന രീതി ഉണ്ടാവാറുണ്ട്. ഭക്ഷണങ്ങൾ ഒരുപാട് വിഭവങ്ങളുണ്ടാകും. പഴം ആദ്യം കഴിക്കുക, പിന്നെ മാംസം, പിന്നെ മധുരം എന്നതാണ് രീതി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇഖ്ലാസ് സൂറത്തും ഖുറൈശ് സൂറത്തൊക്കെ ചെല്ലൽ സുന്നത്താണ് ഭക്ഷണത്തിന് മുമ്പ് എന്നൊക്കെ. നല്ലോണം ചൂടുള്ള ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണത്തിൽ ഊതാനും പാടില്ല. അതേമാതിരി ഏത് ഭക്ഷണത്തിലും ഒരു പച്ചക്കറി, ബഖിൽ എന്നതിന് പറയാം, ഉണ്ടാവും. ഇറച്ചി മീൻ മാത്രമാകരുത്. എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി, ഒരു ഇലകളൊക്കെ ഉണ്ടാവൽ സുന്നത്താണ്. പിന്നെ ഉപ്പ് തുടക്കത്തിൽ അവസാനത്തിൽ ഉപ്പ് ഉണ്ടാകുക എന്നുള്ളത് സുന്നത്തായിട്ട് പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ഉപ്പിൻ്റെ ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ട് വലത് കൈ കൊണ്ട് കഴിക്കുക, 3 വിരലുകൊണ്ട് കഴിക്കുക. 3 വിരൽ മതിയെങ്കിൽ 3 വിരലുകൊണ്ട് കഴിക്കുക. ഈത്തപ്പഴമോ മറ്റോ കഴിക്കുക 3 വിരൽ മതിയല്ലോ. ഒരു കാരണമില്ലാതെ ഇടത്തേ കൈ കൊണ്ട് കഴിക്കൽ കറാഹത്താണ്. കാരണം ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിലത്ത് വിരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇനി
മായിദത്ത് ഇങ്ങനെ ടേബിളൊക്കെ അല്ലേ അങ്ങനെ കഴിക്കൽ തെറ്റൊന്നുമില്ല, ബിദഅത്താണ്, തെറ്റൊന്നുമില്ല. നബി സുപ്ര വിരിച്ചിട്ടാണ്, നിലത്ത് സുപ്ര വിരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് അജിതം, ഈ കുഷ്ഠരോഗം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ദിക്ർ ചെല്ലൽ സുന്നത്തുണ്ട്. ബിസ്മില്ലാ സിഖത്തം ബില്ലാ വ തവക്കുലൻ അലൈഹി എന്നൊക്കെ തവക്കുലാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഈ ഇങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ നല്ല കുഷ്യനൊക്കെ വെച്ചിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഓരോ അഹങ്കാരത്തിൻ്റെ ഇരുത്താണത് പഴയ കാലത്തെ രാജാക്കന്മാരെ, അല്ലെങ്കിൽ കിടന്നിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കൊണ്ടുകിടന്ന് നീക്കം ചെയ്യപ്പെടുന്ന ധാന്യങ്ങൾ, പഴങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിൽ കഴിക്കാം. നിന്ന് കഴിക്കൽ കറാഹത്തൊന്നുമില്ല, എന്നാലും ഇരിക്കലാണ് ഉത്തമം. പിന്നെ കുറേ ആൾക്കാർ കൂടി കഴിക്കുമ്പോഴല്ലെങ്കിലും മുന്നിന്ന് കഴിക്കുക, നമ്മളെ പ്ലേറ്റിൻ്റെ അടിയിൽ നിന്ന് താഴ്ഭാഗത്തു നിന്ന് മുട്ടെടുത്തുനിന്ന് കഴിക്കലാണ് നല്ലത്. വേറെ ആളെ മുന്നിൽ നിന്ന് ഭക്ഷണം എടുക്കരുത്, നടുവെന്ന് എടുക്കരുത്. പഴങ്ങളൊക്കെ, പഴങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളവിടെ നിന്ന് എടുക്കാം. പിന്നെയൊക്കെ കൈകൊണ്ടാണ് ഇതൊക്കെ കഴിക്കൽ നല്ലത്. കത്തിയും സ്പൂൺ കൊണ്ട് മുറിച്ചെടുക്കാതെ, കത്തി കൊണ്ടൊന്നും മുറിക്കാതെ, പത്തിരിയോ ഇറച്ചിയൊന്നും മുറിക്കാതെ കൈകൊണ്ടാണ് കഴിക്കലാണ് സുന്നത്ത്, അല്ല മുറിക്കരുത്. പിന്നെ ഒരു അന്യഫിലാക്കി ധൃതി കൂട്ടാതെ ഇങ്ങനെ ഒരു അവധാനതയോടുകൂടി ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. എന്തെങ്കിലുമൊക്കെ ഷോലോ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കിതാബ് വെക്കാനോ ഓതി കൊടുക്കാനോ ഫത്തുൽമീൻ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം വേഗം കഴിക്കാം. ഏതായാലും ഷറഹ് എന്ന് പറയും, അലച്ച കറാഹത്താണ്. അത് കുട്ടികളൊക്കെ പഠിപ്പിക്കണം. നന്നായിട്ട് ചവക്കൽ, ഇജാദത്തിൽ മൽഹ് എന്നതിന് പറയാം, നല്ലോണം ചവക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒന്ന് വിഴുങ്ങി കഴിഞ്ഞിട്ടേ അടുത്തത് എടുക്കാവൂ. വിഴുങ്ങി കഴിക്കുന്നതിന് മുന്നേ അങ്ങനെ 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 ഒരു ആന്തരികമായിട്ട് എടുക്കരുത്. അതൊക്കെ അലച്ചൻ്റെ അടയാളമാണ്. നമ്മളെ വായിലേക്ക് ഇട്ടത് ഇറക്കി കഴിഞ്ഞിട്ടേ എന്താവൂ അടുത്തത് എടുക്കാൻ വേണ്ടി കൈ നീട്ടാവൂ എന്നാണ്. പിന്നെ നമ്മൾ പഴങ്ങൾ കഴിക്കുമ്പോൾ, ഈത്തപ്പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി, അതുപോലെ തന്നെ അതിൻ്റെ കുരു എന്തരുത് ഈ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിലേക്ക് തന്നെ ഇടരുത്, മാറ്റി ഇടണം. അള്ളാഹ് റസൂലൊക്കെ പറഞ്ഞ മാതിരി ഇടത് കൈയിൻ്റെ പുറഭാഗത്ത് വെച്ചിരുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. ഏത് ഈത്തപ്പഴൻ്റെ കുരുവൊക്കെ ഇങ്ങോട്ടെന്താ ഒഴിവാക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ കൈ ഈമ്പൽ സുന്നത്താണ്, ലാക്ക് എന്നതിന് പറയാം. ഈമ്പൽ സുന്നത്താണ്. എന്നിട്ട് എന്താക്കാവൂ ടബലോടോ മറ്റോ ഒക്കെ തുടക്കാൻ പറ്റുള്ളൂ. ഭക്ഷണത്തിൽ ജമാഅത്ത് സുന്നത്താണ്. ഓരോരുത്തർ ഭക്ഷണം ശ്രദ്ധിക്കുക. അൽ ജമാഅത്ത് നിസ്കാരത്തിനും ഭക്ഷണത്തിനും സുന്നത്താണ്. അത് നല്ലോണം ശ്രദ്ധിക്കണം. വർത്തനം പറയാൻ പറ്റുമോ ചോദിച്ചാൽ അനുവദനീയമായ ഭക്ഷണം പറയലൊക്കെ സംസാരമൊക്കെ സുന്നത്താണ്. അനുവദനീയമായ സംസാരം മൃഗങ്ങളെ പോലെ ആകരുത്. പക്ഷെ എന്താക്കരുത്, പെരുപ്പിക്കരുത്. വർത്തമാനം പെരുപ്പിക്കാതെ അനുവദനീയമായ വർത്തമാനങ്ങളൊക്കെ പറയൽ സുന്നത്താണ്. ചില ആൾക്കാരൊക്കെ വിവരക്കേടുകൊണ്ടായിരിക്കും ഉണ്ടല്ലേ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ തിന്നുന്ന ആൾക്കാർ, ഭക്ഷണം കഴിക്കുന്ന ആൾ ഒക്കെ ഉണ്ടാവില്ലേ, സ്ത്രീകളോ അല്ലെങ്കിൽ ആറാമായവരൊക്കെ ഉണ്ടാവും, അവരടുത്തൊക്കെ നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൂടെ തിന്ന ആളോട് കഴിക്കാൻ വേണ്ടി പറയാം. കാരണം അയാൾ വിചാരിക്കുന്നുണ്ട് അയാൾ കഴിച്ചോട്ടെ എന്ന്. അപ്പം ആ കഴിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തർദീബ് എന്ന് പറയും. അത് സുന്നത്താണ്. അതുപോലെ തന്നെ ഭക്ഷണം ആതിഥേയനുണ്ടല്ലോ, ഭക്ഷണം നൽകുന്ന ആൾ അവിടെ ഹാജരായ ആൾക്കാരോടൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കൽ സുന്നത്താണ്. ഒരു 3 വട്ടമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ പിടിച്ച് ബലാത്കാരമായിട്ട് കൊടുക്കാനൊന്നും പാടില്ല. മതി എന്ന് തോന്നിയാൽ പിന്നെ കൊടുക്കാൻ പാടില്ല. തിന്നേ പറ്റൂ എന്ന് തന്നെ വലാ യഖ്സിം അലൈഹിന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. പിന്നെ പാത്രം ലാക്ക് ചെയ്യൽ സുന്നത്താണ്. കയ്യും തുടക്കുക, പാത്രവും തുടക്കുക, മറ്റേ ഈമ്പുക എന്നർത്ഥം. അതുപോലെ തന്നെ താഴെ വീണ സാധനം ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. താഴെ വീണത് എടുത്ത് തിന്നൽ സുന്നത്താണ്. നജസൊന്നുമില്ലെങ്കിൽ, അതായത് ശുദ്ധിയാക്കാൻ സാധിക്കുമെങ്കിൽ എന്നർത്ഥം. പിന്നെ ഈ ഭക്ഷണം, പലവിധ ഭക്ഷണങ്ങളുണ്ടല്ലോ, നമ്മൾ ആർഭാടങ്ങൾ കുറക്കണം എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ വിരുന്നുകാരുടെ കാര്യത്തിൽ അങ്ങനെ ആർഭാടമൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെയല്ലേ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അല്ല യതബസ്സത്ത് ഫിൽ അത്തൈമ, ഭക്ഷണത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു പത്രാസ് കാണിക്കരുത്. ഇല്ലാതെ യാഫത്തും വിരുന്നുകാർക്ക് വേണ്ടി ഇപ്പോൾ ഇറച്ചി മീനും കോയും 3 കൂടി ഉണ്ടായ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവില്ല ശ്രേഷ്ഠമായ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അത് എല്ലാ ദിവസവും അല്ല. അയ്യാമു ഷരീഫ അതൊക്കെ സുന്നത്താണ്. ആ ദിവസത്തിൻ്റെ ബഹുമാനവും സ്ഥാനമൊക്കെ മനസ്സിലാക്കാനും മറ്റുമൊക്കെ
അത് നല്ലതാണ്. അതുപോലെ തന്നെ മധുരം ഭക്ഷണത്തിൽ കൂടെ ഉണ്ടാകുന്നത് സുന്നത്ത് തന്നെയാണ്. ഭക്ഷണം കഴിഞ്ഞാൽ ബിസ്മില്ല അൽഹംദുലില്ലാ എന്ന് പറയാം. അതും ബിസ്മിലിടണ മാതിരി എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ എന്നൊക്കെ പറഞ്ഞ് ഗൈറ മക്ഫീൻ വലാ മക്ഫൂരിൻ വലാ മൂദഇൻ വലാ മുസ്തഗ്നൻ റബ്ബന അൽഹംദുലില്ലാഹി ലദീ അത്അമന വസഖാ വസബ്ബാഹു വജഅലഹു മഖ്റജ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഭക്ഷണത്തിൻ്റെ ദുആ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തികേട് കാണിക്കരുത് എന്ന് പറഞ്ഞ പെട്ടാണ് ഈ വായ് ഇങ്ങോട്ട് പാത്രത്തിലേക്ക് അടുപ്പിച്ചിട്ട് കഴിക്കരുത്. അപ്പോൾ എന്താവും, കഴിക്കുമ്പോൾ വായിന്ന് പാത്രത്തിലേക്ക് ഭക്ഷണം വീടുന്ന വിധത്തിൽ തൊള്ള ഭക്ഷണത്തിൻ്റെ അടുത്ത് കണ്ട് കൊണ്ടുപോകൽ കറാഹത്താണ്. അതുപോലെ തന്നെ തിന്നുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂക്ക് വലിക്കുക, അതൊക്കെ തുപ്പുക, ഭക്ഷണം കഴിക്കുന്ന നേരത്ത് തുപ്പുക, അത്തരം കാര്യങ്ങൾ നടത്തരുത്. അത്യാവശ്യം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താക്കരുത്, ഒരു അറപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യരുത്. പിന്നെ കൈ പാത്രത്തിലേക്ക് കൊടയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി വായിൽ നിന്ന് വല്ലതും എടുക്കുകയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നിൽക്കുക. ഒരാൾ വായിലെന്തോ കുടുങ്ങിയിട്ട് എടുക്കുകയാണെങ്കിൽ മുഖം ഒന്ന് തിരിച്ചിട്ട്, ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തുനിന്ന് മുഖം തിരിച്ചിട്ട് വേണം അതെടുക്കാൻ. അതും ഇടത് കൈ കൊണ്ട് എടുക്കേണ്ടത്, വലത് കൈ കൊണ്ട് എടുക്കരുത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞൂലേ, എന്താ പല്ല് കുത്തുന്ന കാര്യങ്ങളൊക്കെ അത് വിഴുങ്ങരുത് എന്ന് പറഞ്ഞു. നാവ് കൊണ്ട് കിട്ടുന്നതൊക്കെ വിഴുങ്ങും വേണം. അപ്പോൾ ഒക്കെ അവിടെ കളയാൻ പാടില്ല. ഭക്ഷണത്തിനെ കുറ്റം പറയൽ കറാഹത്താണ്. സ്വന്തം ഭക്ഷണത്തിനെ കുറ്റം പറയാം, ഉണ്ടാക്കിയ ആളെയുമാണെങ്കിൽ കുറ്റം പറയാം. മറ്റൊരാളുടെ ഭക്ഷണത്തെ കുറ്റം പറയൽ കറാഹത്താണ് എന്നുകൂടെ മനസ്സിലാക്കുക. ഇനി ഭക്ഷണം കുടിക്കുന്നിടത്തും ഉണ്ട് കുറേ ആദാബുകളൊക്കെ. അത് തിന്നണ മാതിരി തന്നെയാണ് കുടിക്കുന്നതും. ഈ ഇരുന്നിട്ടും കിടന്നിട്ടും കറാഹത്താണ്. നിന്നിട്ട് കറാഹത്തൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെ ആവശ്യമൊന്നുമില്ലെങ്കിൽ ഒരു ആവശ്യമില്ല വെക്കുക, അപ്പോൾ ഖിലാഫുൽ ഔലയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് നോക്കൽ സുന്നത്താണ്. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ. പിന്നെ വെള്ളത്തിലേക്ക് എന്താകരുത്, ശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ശ്വസിക്കരുത്. കുടിക്കുന്ന ഗ്ലാസ്സിലേക്കോ പാത്രത്തിലേക്കോ ശ്വസിക്കരുത്. ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വായു മാറ്റി പിടിക്കുക. പിന്നെ മുറുക്കായിട്ട് കുടിക്കുക. ഇതൊക്കെ സുന്നത്താണ്. പിന്നെ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കുടിക്കാതിരിക്കൽ സുന്നത്താണ്. തിന്നുമ്പോൾ തിന്നുക, പിന്നെ കുടിക്കുക. തിന്നുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം കുടിക്കാതിരിക്കലാണ് നല്ലത്. ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ അതിൽ വെള്ളത്തിലേക്ക് ഊതുക, അതൊക്കെ കറാഹത്താണ്. ഇനി നമ്മളൊരു വെള്ളം കുടിക്കുകയാണ്, അത് ബാക്കിയുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലത് ഭാഗത്തുള്ളാക്കാണ് കൊടുക്കേണ്ടത്. എത്ര മുന്തിയ ആളാണ് ഇടത്തെ ഭാഗത്തുള്ളെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ വലത് ഭാഗത്തുള്ളാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പഴമാണ് ഭക്ഷണത്തിൻ്റെ മുമ്പ് കഴിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു സമ്പൂർണ്ണ അദബുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈമാനോടെ മരണം പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ക്ലാസ് കുറച്ച് കൂടിയിട്ടുണ്ട്, 2 വട്ടമായിട്ട് കേട്ടാൽ മതി.